തൃശൂർ പൂരം കലക്കിയതാരാണ്? അത് സുരേഷ് ഗോപിക്ക് വേണ്ടി പിണറായി ചെയ്തതാണ്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ വലിയ ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുന്നതിനിടെ കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ ആരോപണം ഇതാണ്: തൃശൂർ പൂരം കലക്കിയത് അത് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുകയും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയും ഉള്ളതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത്? നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവവികാസങ്ങളടക്കം പരിശോധിച്ചാൽ ആദ്യമേ തന്നെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ എന്ന ആരോപണം ഞാൻ ആദ്യം പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, പോലീസിനെ എവിടെയൊക്കെ കയറൂരി വിട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കാര്യങ്ങൾ കുളമാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജനാധിപത്യ സർക്കാർ, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിൽ ആഭ്യന്തരമന്ത്രിയുടെ കൈകളിലായിരിക്കണം പോലീസ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് പോലീസിനെ കയറൂരി വിടുക എന്നതല്ല സംഭവിക്കേണ്ടത്. പോലീസിൽ അമിതമായ നിയന്ത്രണങ്ങളുമല്ല. പക്ഷേ പോലീസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഒടുവിൽ ഇവർ കുളമാക്കിയ ഏറ്റവും ഗംഭീരമായ ഒരു സംഭവം അത് ശബരിമലയിലെ ഇത്തവണ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശബരിമലയിൽ എന്തോരം അനിയന്ത്രിതമായ നിയന്ത്രണങ്ങളാണ് ഇവർ വരുത്തിയത്. കാട്ടിനുള്ളിൽ ഭക്തരെ തടഞ്ഞിടുകയാണ്. ദേവസ്വം മന്ത്രി പോലും ഒരിക്കൽ ഒരു സമയത്ത് വന്നപ്പോൾ വഴിയിൽ കണ്ടതാണ് യാതൊരു ആവശ്യവുമില്ലാതെ കണമലയിൽ വാഹനം തടഞ്ഞിടുന്നത്. അന്ന് കൊച്ചു കുട്ടികൾ അടക്കമുള്ളവർ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ തവണ നടത്തിയത് എന്നുള്ളതാണ്. അതിനു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമലയിലെ ഈ സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമലയെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കാമോ അത്രമാത്രം വിവാദത്തിലാക്കിയതിൽ പോലീസിനും ഒരു പങ്കുണ്ടായിരുന്നു എന്നതിൽ യാതൊരു എന്താ പറയുക, അതിൽ അങ്ങനെ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. ഫലത്തിൽ തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് പോലീസിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ മാത്രം നമുക്ക് കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം സ്ഥലങ്ങളിൽ മാത്രം ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോൾ ശബരിമലയാണ് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ്. അതിനുശേഷം ഇതാ തൃശ്ശൂരും വീണ്ടും അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ രാംലല്ലയുടെ, അതായത് ഏറ്റവും വലിയ വെല്ലുവിളിയായും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായത് അവിടെ തൃശ്ശൂർ പൂരത്തിൽ അതിനെ ശ്രീരാമൻ്റെ കുട, അതായത് രാംലല്ലയുടെ കുട, ശ്രീരാമൻ വില്ലു കുലിച്ചിരിക്കുന്ന കുട, തിരുവമ്പാടിയും പാറമേക്കാവും ഒരേപോലെ ഇത് രണ്ടും അവതരിപ്പിച്ചത് അവിടെ ഇരിക്കുന്ന കാണികൾക്കിടയിൽ വലിയ വികാരമുണ്ടാകുന്നു. ഇത് സംഘപരിവാറിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ അവിടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക്, ഇടതു നേതൃത്വങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സമയത്താണ് വരാറുള്ളത്? പകൽ നടക്കുന്ന പൂരത്തിനാണ്. അതായത് മഠത്തിൽ വരവും തുടർന്ന് നടക്കുന്ന ഇലിഞ്ഞിത്തറമേളവും അതിനുശേഷം നടക്കുന്ന തെക്കോട്ടിറക്കവും കുടമാറ്റവും ഒക്കെ കാണാനാണ്. കുടമാറ്റത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത്ര അധികം ആളുകൾ അവിടെ തിങ്ങി നിൽക്കുന്നത് അങ്ങനെ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരാറുള്ളത്. അത്രയധികം ആളുകൾ വന്ന സമയത്ത്, പിന്നീടൊന്ന് വെടിക്കെട്ടാണ്, അത്രയധികം ആളുകൾ വന്ന സമയത്ത് പോലും ഉണ്ടാകാത്തൊരു പ്രശ്നം ഈ പാതിരാത്രിയിൽ അത്രയധികം ആളുകൾ ഉണ്ടാവില്ല. ആ സമയത്ത് ഇത്രയധികം നിയന്ത്രണം വരുത്തി ഇത് കുളമാക്കിയത് എന്താണ്? പകലില്ലാത്തൊരു വികാരം രാത്രിയിൽ എന്തുണ്ടായി? അവിടെയാണ് രാംലല്ലയുടെ ചിത്രം, അതായത് ശ്രീരാമൻ്റെ ചിത്രം ഈ കുടമാറ്റത്തിലൂടെ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായത് എന്നുള്ളത്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ? ഇതിൽ എല്ലാ കമ്മിറ്റിക്കാരിലും വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. എല്ലാവരും ഇപ്പോൾ സുനിൽകുമാർ തന്നെ ലൈവിൽ പറഞ്ഞ രാത്രി ഉൾപ്പെടെ അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. സുരേഷ് ഗോപി മാത്രമാണ് ഒരു ആംബുലൻസിൽ, സേവാഭാരതി ആംബുലൻസിൽ അവിടെ വന്ന് ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് സുനിൽകുമാർ വന്നില്ല? പെരുമാറ്റച്ചട്ട ലംഘനം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി കെ രാജൻ വന്നത്? കെ രാജൻ ഈ പെരുമാറ്റച്ചട്ട പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം രാവിലെ വരുമോ? അതായത് കൃത്യസമയത്ത് ഇടപെടാതെ മാറി നിന്നുകൊണ്ട് ഇത് ആസ്വദിച്ച ശേഷം പിന്നീട് ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങളും നടത്തി ഇതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണ് സർക്കാർ വൃത്തങ്ങൾ നടത്തുന്നതെന്ന് പറയേണ്ടി വരും. കെ മുരളീധരൻ എവിടെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് കെ മുരളീധരന് ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇടപെടാൻ കഴിഞ്ഞില്ല? ഇപ്പോൾ പെരുമാറ്റച്ചട്ടം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തോ? അതായത് പുറത്തൊരു പ്രതിഷേധമോ ഒന്നും നടത്തിയല്ല, അവിടെ നടക്കുന്ന ഒരു പ്രശ്നത്തെ തണുപ്പിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും വേണ്ടിയല്ലേ ജനപ്രതിനിധികൾ? പ്രത്യേകിച്ച് എവിടെയായിരുന്നു അവിടുത്തെ ഇപ്പോഴത്തെ MP
ടി.എൻ. പ്രതാപൻ, കോൺഗ്രസ് എം പി ടി.എൻ. പ്രതാപൻ, അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചോ? ഒരു തരത്തിലും ശ്രമിക്കാതെ കേവലം സുരേഷ് ഗോപിയുടെ മുകളിൽ ഇട്ടുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്, അതുകൊണ്ട് സംഘപരിവാർ നീക്കമാണ്, തിരുവമ്പാടിക്കാർ സംഘപരിവാറുകാരാണ്, അതുകൊണ്ട് നടന്നതാണ്. അവിടെ എങ്ങനെയാണ് സംഘപരിവാർ വരുന്നത്? അവിടെയുള്ള മുഴുവൻ ജനങ്ങളും അനുഭവിച്ചതാണ് അവിടെയുള്ള അനിയന്ത്രിതമായ നിയന്ത്രണങ്ങൾ. അതായത് പല പരിപാടിക്കും പോകാൻ കഴിയുന്നില്ല. സുനിൽകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് ഈ പുലർച്ചെയൊക്കെ ആളുകൾ വഴിയിൽ കിടന്ന് ഉറങ്ങുകയാണ്, അതായത് വെടിക്കെട്ട് കാണാനാകാതെ വഴിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. മാത്രമല്ല സുനിൽകുമാർ തന്നെ സമ്മതിക്കുന്നുണ്ട് പോലീസിൻ്റെ അനിയന്ത്രിതമായ നിയന്ത്രണങ്ങൾ പല ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ സംശയം ഇത് തന്നെയാണ്, എന്തുകൊണ്ടാണ് ഈ പകലില്ലാത്ത പ്രശ്നങ്ങൾ രാത്രി ഉണ്ടാക്കിയത്, അതും രാംലല്ലയുടെ കുടമാറ്റം നടന്ന ശേഷം ഉണ്ടാക്കിയത്? ഇതിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് മറ്റൊരു വാദം CPI-ക്കാർ തന്നെ പറയുന്നത് CPM-കാർ വോട്ട് മറിക്കാൻ സുരേഷ് ഗോപി, അതായത് കോൺഗ്രസ്സുകാർ മാത്രമല്ല അവിടെയുള്ള CPI-ക്കാർ പോലും സംശയിക്കുന്നുണ്ട് ഇത് പിണറായി വിജയൻ ഇടപെട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മോദി പിണറായി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ സംഭവിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ CPI-യുടെ മന്ത്രിയല്ലേ അവിടെ കെ രാജൻ, CPI-ക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അതായത് പിണറായി മോദി ബന്ധത്തിൽ CPI-ക്കും റോളുണ്ടോ? സുനിൽകുമാറിനെ ഒറ്റപ്പെടുത്താനാണോ അവിടെ ശ്രമിച്ചിട്ടുള്ളത്? ഇതിനൊക്കെ കൃത്യമായി ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഇതിൽ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ഇതിൽ പോലീസിൻ്റെ ഇടപെടൽ വളരെ സംശയകരമാണ്. പകലില്ലാത്ത, അതായത് ഈ ശ്രീരാമൻ്റെ ഈ പറയുന്ന അമ്പ് കുലച്ച് നിൽക്കുന്ന ശ്രീരാമൻ്റെ ഈ കുടയുമായി പോയപ്പോൾ അവരെ തടഞ്ഞത്, ഈ ആനയുടെ കൊണ്ടുപോകാനുള്ള പട്ടയുമായി പോയപ്പോൾ തടഞ്ഞത്, ഇതെല്ലാം അനിയന്ത്രിതമായ നിയന്ത്രണങ്ങളുടെ സൂചനയാണ്. ഇപ്പോൾ ശ്രീരാമൻ്റെ രാംലല്ല ഈ കുട ആ നിലയിൽ തടഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അനിയന്ത്രിതമായ ഒരു നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആ രാംലല്ലയുടെ കുടയും മറ്റും തടയുന്നത് എന്നുള്ള കാഴ്ച നമ്മൾ നേരിട്ട് തന്നെ ഈ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പ് സമയമാണ്. BJP സാധാരണഗതിയിൽ ഒരു ആവേശപൂർവ്വം മറ്റൊരു പ്രശ്നത്തിലേക്കൊന്നും പോകാഞ്ഞത് അവരുടെ മുൻ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. അതായത് ശബരിമല ഒരു സുവർണാവസരമാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞതാണ് പിന്നീട് വലിയ ആയുധമാക്കിയത്. അതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കട്ടെ, ജനങ്ങൾ പ്രതികരിക്കട്ടെ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ BJP-യുടെ ഒരു നിലപാട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള CPM-ന്റെ ഒരു വാദം കൂടി, സാധാരണ പ്രവർത്തകരുടെ ഒരു വാദം കൂടി അവർ വിശ്വസിക്കുന്നത് അവർ പറയുകയാണ്. അതായത് ഈ സംഭവം സുരേഷ് ഗോപിക്ക് വേണ്ടി കമ്മീഷണർ ചെയ്തു കൊടുത്തതാണ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെട്ട് BJP-ക്ക് അനുകൂലമായി ഇങ്ങനൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്നല്ലാതെ എന്താണ് പറയുക. ഇത്തരം ക്യാപ്സ്യൂളുകളൊക്കെ വിശ്വസിക്കുന്നവർ ഈ നാട്ടിലുണ്ടാകും. ശ്രീരാമ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ രാംലല്ല ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല, അത് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും. എന്തൊരു ഗതികേടാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ. മതേതരത്വം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ഷേത്രോത്സവത്തിൽ ശ്രീരാമൻ പാടില്ല. ഒരു സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് കാവിക്കൊടി ക്ഷേത്രത്തിൽ കെട്ടാൻ പാടില്ല. ഇതൊക്കെ എന്ത് തരം വികാരങ്ങളാണ്? ക്ഷേത്രത്തിൽ അവരുടെ ഉത്സവങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ നടത്തട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? ശ്രീരാമനെ സൃഷ്ടിച്ചെടുത്തത്, അതായത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ഉണ്ടായി എന്നല്ലാതെ രാമായണം ഉണ്ടാക്കിയത് BJP-ക്കാരാണോ? നരേന്ദ്രമോദിയാണോ രാമായണം എഴുതിയത്? ശ്രീരാമ വിശ്വാസം എത്രയോ കാലങ്ങളായി നമ്മുടെ നാട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഉയർത്തിയാൽ അത് സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇക്കാലത്ത് ഒന്നിനും ഒരു മറുപടി പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ, അതായത് ഒരു ന്യായം പറയാൻ, യുക്തിഭദ്രമായി സംസാരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുള്ളത് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ലൈക്ക് ഡിസ്ലൈക്ക് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു. നന്ദി.